സ്വഹാബത്തിൽ നിന്നോ ഇമാം നബവി വരെയുള്ള ഏതെങ്കിലും പൂർവികന്മാരോ ഒരുപക്ഷേ പറഞ്ഞതായി കണ്ടെന്ന് വരില്ല. നബിമാരെ ആരുമില്ലാത്ത രീതിയിൽ പറയുന്നത് പറയണം നിങ്ങൾ. ഇനി എന്റെ ചോദ്യം, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം അത് ശിർക്കാന്ന് റാസിയിലുണ്ടെന്നല്ലേ? ശിർക്കാണെന്ന് റാസിയിലില്ല. കിതാബ് ഹാജരാക്കണം, ഉടനെ ഹാജരാക്കണം, റാസി ഹാജരാക്കണം. അത് ശിർക്കാണെന്ന വാക്ക് റാസിയിലില്ല, കൊണ്ടുവാ. അങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. മധ്യസ്ഥന്മാർക്ക് കിതാബ് കൊടുക്കണം, വെല്ലുവിളിക്കുന്നു. ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്. റാസി ഇമാമിന്റെ മേലിലും പച്ച നുണ. അഭൗതിക മാർഗത്തിലുള്ള സഹായം ശിർക്കാണ് എന്ന വാക്ക് ആ കിതാബിലില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കിതാബ് കൈമാറണം. ആ ഇബാറത്ത് മധ്യസ്ഥന്മാർ മുഖേന ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ വാചകം എന്താ? ഞാൻ എന്താ വാചകം വായിച്ചത്? അതെ, തഫ്സീർ റാസിയിൽ നിന്ന് ഞാൻ വായിച്ച ഭാഗം എന്താ പറയട്ടെ? ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അത് പറയട്ടെ. രേഖകൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വിശദീകരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്. ഓഡിയൻസ് ദയവ് ചെയ്ത് ശാന്തരായിരിക്കണം. ഈ സംവാദം ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യവസ്ഥകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു വിഭാഗം ഉന്നയിച്ച വാദത്തിന് തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ ആ രേഖ, ആ ഭാഗം ഒന്ന് വായിക്കാം. ഒരു വിഭാഗം ഉന്നയിക്കുന്ന, ശ്രദ്ധിക്കുക, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കേസല്ല. കൃത്യമായിട്ട് പറയാം. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇവിടെ ഈ വ്യവസ്ഥ നമ്മൾ എഴുതി ഒപ്പിട്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബാധ്യതയുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ട്. അതുകൊണ്ട് സുന്നി വിഭാഗം ആവശ്യപ്പെട്ട രേഖകൾ ഇമാം റാസിയുടെ കിതാബ് തന്നെ, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, കിതാബ് തന്നെ ഹാജരാക്കാൻ മറുവിഭാഗം ബാധ്യസ്ഥരാണ്. ദയവേത് അതാണ് ഇനി ഹാജരാക്കേണ്ടത്. ഇവിടെ ഒരു തർക്കം ഇപ്പം വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുകയാണ് ഈ വ്യവസ്ഥ. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇവിടെ വിവരിക്കട്ടെ, അതൊരു കോപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. അത് രേഖ തന്നെയാണ്. നിങ്ങൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. അങ്ങനെ അല്ല, വളരെ നിഷ്പക്ഷമായി പെരുമാറണം. രേഖ എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റ് അല്ല, രേഖ എന്ന് പറയുന്നത് കിതാബാണ്. രേഖ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്നതാണ്. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പരിചയക്കുറവുണ്ടാവും. മധ്യസ്ഥന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനിടയിൽ ഒരു നിഷ്പക്ഷമായ സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. രേഖ എന്ന് പറയുമ്പോൾ കൃത്യമായി റാസി ഇമാം ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റാസി ഇമാമിന്റെ ഉദ്ധരിക്കപ്പെട്ട കിതാബ് ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ ഏതായത്തിൻ്റെതാണോ, ഏത് വോള്യത്തിലാണോ അതുള്ളത്, അത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഉമർ വിഭാഗത്തിന്റെ രേഖ ഉന്നയിച്ചാൽ കാണിച്ചു തരണമെന്ന് വ്യക്തമാക്കുന്നത്. ഇത് വളരെ സ്പഷ്ടമാണ്. കിതാബ് തന്നെ വേണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കിതാബ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ സുന്നി വിഭാഗം സമ്മതിക്കുന്നതിനനുസരിച്ച് വിട്ടുവീഴ്ചക്ക് സുന്നി വിഭാഗം തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ആ നിലയിൽ പരിഗണിക്കാവുന്നതാണ്. ഇപ്പൊ അതിന്റെ പദപരമായ സാങ്കേതിക അർത്ഥത്തിലേക്ക് പോകേണ്ട. രേഖ എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ രേഖ ഒരു പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റായാലും നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. നമുക്ക് രണ്ടു വിഭാഗം അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാതെ പോകാം. ബുക്ക് തന്നെ, കിതാബ് ഒറിജിനൽ തന്നെ വേണമെന്ന് രേഖയിൽ എഴുതിയിട്ടില്ല. രേഖ എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പൊ അൽ-ഇസ്ലാഹായാലും ഏതിപ്പം അപ്രായാലും ഇപ്രായാലും എന്തായാലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണിക്കുമ്പോൾ അത് രേഖയായി തെളിയിക്കുന്നത്. പിന്നീട് പുസ്തകം നമുക്ക് കൊടുക്കാനും മതി. ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. അതാണ് എല്ലാവരും സംവാദങ്ങൾ കുറെ കാലമായി കേരളീയ സമൂഹത്തിൽ പുതിയ സംഭവം ഒന്നുമല്ല.
സംവാദത്തിന് രേഖ ആവശ്യപ്പെട്ടാൽ ആ കിതാബ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ സംവാദത്തിൽ പതിവായി കാണുന്നതാണ്. രേഖ എന്നത് കിതാബ് തന്നെ ആകണമെന്ന് നമ്മൾ എഴുതിയിട്ടില്ല. രേഖ എന്നത് എന്നാൽ വളരെ സ്പഷ്ടമാണ്. രേഖ എന്നാൽ തെളിവ്, രേഖ. ഇനി അതിന്റെ നിർവചനത്തിന് ശബ്ദധാരാവലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് സുന്നി വിഭാഗം, ഞാൻ അത് വ്യക്തമാക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് നിഷ്പക്ഷമായിരിക്കണം മധ്യസ്ഥൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. രേഖ എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൃത്യമായും ആ കിതാബ് തന്നെയാണ്. എന്നാൽ സുന്നി വിഭാഗം ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചാൽ മതിയാകും എന്ന് പറയുന്ന വിട്ടുവീഴ്ചക്ക് തയ്യാറാണെങ്കിൽ വളരെ ആദരവോടുകൂടി ആ വിട്ടുവീഴ്ചയെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും രേഖ കൈമാറാൻ മറുപക്ഷം തയ്യാറാകുന്നതുമാണ് ഫോട്ടോസ്റ്റാറ്റ്. അതായത് പിന്നെ കിതാബില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം തേടിയാൽ ശിർക്കാണ് എന്ന റാസി ഇമാമിന്റെ വാക്ക് അതിൽ ഫോട്ടോസ്റ്റാറ്റിൽ കാണിച്ചെന്നാൽ മതി, വിഷയം തീരും. അതിലൊരു വർത്തമാനം വിഷയം പറയാനുണ്ട്. ഇവിടുത്തെ ചോദ്യം പറഞ്ഞിരുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം, ഭൗതികം അഭൗതികം, അതെവിടെന്നാ ചോദിച്ചു. അതിനാണ് ഞാൻ തെളിവ് ഉദ്ധരിച്ചു. അതിനാണ് ഞാൻ എന്റെ വാക്കിൽ ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ ഇമാം റാസിദ ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇമാം റാസിദ് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റെക്കോർഡ് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കൽ പോലും ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞ ഭൗതികം അഭൗതികം എന്ന വേർതിരിവുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം എന്ന വേർതിരിവുണ്ട്. അത് ഇമാം റാസി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശിർക്കാണെന്ന് ഒരിക്കൽ പോലും എടുത്തോ. ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പരിശോധിച്ചോ, ടേപ്പ് പരിശോധിച്ചോ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചത് ഭൗതിക അഭൗതിക എവിടുന്ന് കിട്ടി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എവിടുന്ന് കിട്ടി. അതാ ഞാൻ ഇമാം റാസി റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇമാം റാസിദിന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശനി, അത് ഞാൻ പറഞ്ഞില്ല. അതാ നിങ്ങൾ ചോദിച്ച, എനിക്കറിയാം നിങ്ങൾ ചോദിച്ച തഫ്സീർ കിതാബ് കാണുമെന്ന് പറയാനുള്ള കാര്യം അതാണ്, എനിക്കറിയാം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇമാം റാസി പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം, സാധാരണ ഉണ്ട് അസാധാരണ, അത് വിശദീകരിച്ചതാണ്. സഹായം അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന സഹായം, സാധാരണക്കാരുടെ സഹായം, ഇങ്ങനെ രണ്ട് വേർതിരിവുണ്ട് എന്ന് ഇമാം റാസി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഇമാം റാസി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഈ വിഷയത്തിൽ സഹായം രണ്ട് തരം സഹായം, മുഅ്മിനീങ്ങളുടെ സഹായം, അല്ലാഹുവിന്റെ സഹായം. മുഅ്മിനീങ്ങളുടെ സഹായം സാധാരണയാണ്, അല്ലാഹുവിന്റെ സഹായം സാധാരണ അല്ല. ഇത് രണ്ടും ഞാൻ വേർതിരിച്ച് പറഞ്ഞത്. അത് ഞാൻ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാദം ശരിയാകുക. അത് ഞാൻ റാസിയിൽ ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞോ, എടുത്തോ, പരിശോധിച്ചോ. ഞാൻ റെഡിയാണ്. പരിശോധിച്ചോ. ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എടുത്ത് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ആ ജാതി പൊട്ടൈസ് എന്ന് കാണിക്കണ്ട. ഞങ്ങൾ പറഞ്ഞ വിഷയം എന്താ? ഇമാം റാസി തന്റെ തഫ്സീറിൽ രണ്ട് തരം സഹായങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ രണ്ട് വേർതിരിവും വളരെ കൃത്യമായി ഞാൻ വേർതിരിച്ചു പറഞ്ഞു. ഒരു സഹായം അത് മുഅ്മിനീങ്ങളുടേതാണ്, ആ മുഅ്മിനീങ്ങളുടെ സഹായം സാധാരണയാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ സഹായം അത് സാധാരണ അല്ല. ഇവിടെ നടക്കുന്ന സാധാരണ സംഭവപ്പെട്ടതല്ല, അത് അസാധാരണമാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം, ഭൗതികം അഭൗതികം എന്ന വേർതിരിവിനാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം റാസി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ ആ ചോദ്യം ശരിയാവുള്ളൂ. അത് ചോദിച്ചിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ വിഷയത്തിൽ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് നിങ്ങളെ വാദം അത് കള്ളത്തരമാണ്, പച്ചക്കള്ളമാണ്. ഇല്ലെങ്കിൽ തെളിയിച്ചോ, നമുക്ക് ടേപ്പ് പരിശോധിക്കാം. പിന്നെ ക്യാമറമാൻ റെഡിയായിക്കോ, മധ്യസ്ഥന്മാര് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ടേപ്പ് പരിശോധിക്ക്. ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ അതാ ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞു ശിർക്കായിന് എന്ന് ഞാൻ പറഞ്ഞ വാചകം ആ ടേപ്പിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്
മധ്യസ്ഥന്മാർ ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ റെഡിയാണ്. പക്ഷെ ഞങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എന്തേ പറഞ്ഞു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ആശയം ഞങ്ങൾ പറയുമ്പോ ആ ആശയത്തിന് ആയത്തിൽ നിന്ന് തഹരീഫോ അല്ലെങ്കിൽ ആ വിഷയം കാണിക്കണമെന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് ശിർക്കിന്റെ, അതുപോലെ തന്നെ പ്രാർത്ഥന ദുആഇന്റെ, ഇതൊന്നും ഹദീസിലോ ആയത്തിലോ നേർക്ക് നേരെ കാണൂല. അതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ആ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇമാം നവവിയും ആ വിഷയം വിശദീകരിച്ചു. രണ്ടു തരം കാര്യങ്ങൾ, രണ്ടു തരം സഹായങ്ങൾ, സാധാരണ സൃഷ്ടികളുടെ കയ്യിലൂടെ നടക്കുന്നത്, നടക്കാത്തത്, അത് രണ്ടും വേർതിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇമാം നവവി തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇമാം റാസി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാണ്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറ്റുമെങ്കിൽ ഇതാ ടേപ്പ് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്, അതിൽ പ്രശ്നമില്ല എന്ന് സമയത്ത് ഉണർത്തുക. ഒരു മിനിറ്റ്, രണ്ടു കൂട്ടരോടും ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അതായത് സൗണ്ട് വല്ലാതെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടൽ അക്കോമഡേഷന്റെ ബേസ്മെന്റിലാണ്. നമ്മൾ നാട്ടിൽ കാണിക്കുന്ന ആ ഒരു വലിയ സൗണ്ടിന്റെ ആവശ്യം ഈ ഒരു ചെറിയ ഹാളിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗം കുറച്ച് സ്വരം, ശബ്ദം കുറച്ച് വോള്യം കുറച്ചാൽ നന്നായിരിക്കും എന്ന അഭിപ്രായമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഓഡിയൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തെളിവുകളുടെ മധ്യസ്ഥന്മാരുടെ ഇടപെടലിലൊക്കെ സമയത്ത് ഓഡിയൻസിൽ നിന്ന് ചില ഇലയിളക്കങ്ങൾ കണ്ടു. അത് തീരെ സ്വാഗതാർഹമല്ല. അത് അതാത് വിഭാഗത്തിലെ വളണ്ടിയർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കർശനമായി അത് പറയുകയാണ്. ഇനി അങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് വളണ്ടിയർമാർ എന്ത് കാരണവശാൽ ചലനം ഉണ്ടായാലും അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് വ്യക്തമായി നിർദ്ദേശം നൽകി. അപ്പോ ഒരു കാര്യം ഇവിടെ വ്യക്തമായി. അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ ചോദ്യം എന്തായിരുന്നു? കാര്യകാരണ ബന്ധം, അഭൗതിക ബന്ധം, ഇതാര് പറഞ്ഞു? അല്ല, അത് ശിർക്കാണെന്നല്ലേ നിങ്ങൾ അതിന് കാരണമായി പറയുന്നത്? ശിർക്കാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടുമ്പോഴാണ് എന്ന് ഏത് ഖുർആനിന്റെ ആയത്തുകൊണ്ട് തെളിയിക്കുന്ന ചോദിച്ചത്. അപ്പൊ ഖുർആനില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ റാസി ഇമാം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ മറുപടി പറയുന്നത്? ഞാൻ എന്തെങ്കിലും ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും മറുപടി അറിയാം, അതാ സംഭവം. എന്റെ ചോദ്യം എന്താണ്? ശിർക്കാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് എന്നാര് പറഞ്ഞതല്ലേ? നിങ്ങൾ രണ്ട് കാര്യമുണ്ടോ? എന്തായി പറയുന്നത്? ഞാൻ നേരെ കടം ചോദിക്കും, അള്ളാനോട് നേരെ കടം ചോദിക്കാൻ പറ്റുമോ? ഞാൻ നേരെ സുഹൃത്തിനോട് ചോദിക്കും, അങ്ങനത്തെ കാര്യമില്ലേ? അതാണ് ഇപ്പൊ നമ്മളെ ചർച്ച, അതല്ലല്ലോ വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ റാസിയും കൈവിട്ടു, ഖുർആനിലുമില്ല റാസിയിലുമില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം, എന്റെ ചോദ്യം ശ്രദ്ധിച്ച് മറുപടി പറയണം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടുന്ന ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് ആയത്തില്ല എന്ന് പറഞ്ഞു, ഹദീസില്ലെന്ന് പറഞ്ഞു, പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ആധികാരിക പണ്ഡിതൻ, എന്റെ ചോദ്യം തന്നെയാണ്, അത് ശിർക്കാണ്, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. രണ്ട് കഴിവുണ്ട് അതൊന്നല്ല, അത് പിന്നെ വേറെ ചർച്ച ചെയ്യാം. ഞങ്ങളെ വിഷയം എന്താ? നിങ്ങൾ ശിർക്കാകുന്നതിന് കാരണം തന്നെ പറഞ്ഞ അഭൗതികമായ കാരണം പിന്നെ മാർഗത്തിലൂടെയാണ് എന്നതാണ്. അപ്പൊ അത് ശിർക്കാണെന്നതിനാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത്. അപ്പൊ റാസിയിലും നബിമാമും ശിർക്കാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? പിന്നെ എന്തിനാ കൊണ്ടുവന്നു? ശിർക്കാണ് അഭൗതിക മാർഗത്തിലൂടെ തേടിയാൽ അതെവിടെ? കാണിക്കും. ഏത് ഇമാം അത് വായിച്ചത്? റാസിയിലുണ്ടോ ശിർക്കാണ്? നബിമാം പറഞ്ഞിട്ടുണ്ടോ? നബിമാം പറഞ്ഞെന്താ? അല്ലാഹു തആലാന്റെ അടിമകളോട് ഡയറക്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെങ്ങനെ അള്ളാഹിനോട് ചോദിക്കാം? അള്ളാഹിനോട് 100 രൂപ കടം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അള്ളാഹിനോട് പറയും, ഇയാൾക്ക് കടം തരാൻ തോന്നാൻ അള്ളാഹുവേ നീ മനസ്സ് കൊടുക്കണേ. അങ്ങനെയുള്ള രണ്ട് ഇമാമുണ്ട്. അതാ ഇവിടെ വായിക്കേണ്ടത്. ഇത് ശിർക്കാണെന്നവിടെ
അതല്ലേ പറയേണ്ടത്? അപ്പൊ ഒരു ഖുർആനിലും ഹദീസിലും ഏതായാലും മനസ്സിലായി. നബിമാമൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദ്യം കേട്ടില്ല എന്ന് പറയണ്ട. ഞങ്ങൾ അടുത്ത ചോദ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായം ശിർക്കാണ് എന്ന് ഖുർആനില്ലെന്ന് പറഞ്ഞു, ഹദീസിലില്ലെന്ന് പറഞ്ഞു. ഏത് പണ്ഡിതനാണത് പറഞ്ഞത്? അത് നിങ്ങളോട് വിശദീകരിക്കണം. പിന്നെ ജിന്നങ്ങൾ വിട്ടിട്ടില്ല, കാരണം ജിന്നോട് തേടിയ ശിർക്കല്ലെന്നും ഔലിയാക്കളോട് ശിർക്കാന്ന് നിങ്ങൾ പറയുന്നു. വ്യത്യാസം പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളെ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. ആ രണ്ട് ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയണം. പറഞ്ഞേ ഞങ്ങൾ നിങ്ങളെ വിടുകയുള്ളൂ. അതുകൊണ്ട് ഇത് പറയുക, കൃത്യമായി പറയുക. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായം, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം ശിർക്കാണ് എന്ന് ഏത് പണ്ഡിതൻ പറഞ്ഞു? ശിർക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. അത് പറയണം. ആ ഖുർആനോ ആയത്തോ ഹദീസ് ഏതായാലും ഇല്ല. അതുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ പേരെങ്കിലും പറയണം. ഇല്ല എങ്കിൽ ഈ മുശ്രിക്കാക്കൽ നിർത്തണം. അപ്പൊ നേരത്തെ പറഞ്ഞത് ഏതായാലും മനസ്സിലായി. അപ്പൊ എന്താ, ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കി. എന്ത് നേരത്തെ പറഞ്ഞത് അദ്ദേഹം എന്റെ പേരിൽ ആരോപിച്ചതായിരുന്നു എന്ന് മനസ്സിലായിപ്പോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ആ വിഷയം പറഞ്ഞിരുന്നില്ല. പിന്നെ എന്തേ ഞങ്ങൾ പറഞ്ഞു, രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണത്. ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്നിങ്ങനെയുള്ള മലയാള വാചകങ്ങളെ ആ മലയാള വാചകങ്ങളോട് യോജിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഞാൻ തഫ്സീർ എന്ന് വായിച്ചത്. അതാണ് രണ്ടു തരം സഹായത്തെ വിശദീകരിച്ചത്. ആ രണ്ടു തരം സഹായമുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് അതാ ആ ഹദീസ് വായിച്ചുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, മോനെ നീ എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. ഇനിയോ എന്തെങ്കിലും സഹായം വേണോ, അല്ലാഹുവിനോട് സഹായം തേടണം. ഈ വിഷയം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണെന്ത്, ഒരു കാര്യം അത് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണെങ്കിൽ അതിന് അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം. സഅല റബ്ബഹു ദാലിക, അല്ലാഹുവിനോട് ചോദിക്കണമെന്നാ പറഞ്ഞത്. അതേ സമയത്തോ അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന ആ കാര്യത്തെ അല്ലാഹു അല്ലാത്തവരോട് കൊണ്ടുപോകാൻ പാടില്ല. അതെവിടെ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ തേടുന്നുള്ളൂ, വേറെ ആരോടുമില്ല, അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ചോദിക്കട്ടെ, ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. അതാവട്ടെ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയോട് ചോദിക്കുന്ന വരികൾ ഖുത്ബിയത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയം, ആ ആശയം പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ആ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഇമാം നബവി റഹിമഹുല്ലാഹ് തന്റെ ശർഹ് 40 ഹദീസ് നബവിയിൽ അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ആ വിഷയം അല്ലാഹുവിനോട് സഹായം തേടണം. ആ തേട്ടം അല്ലാഹുവിനോട് അല്ലാതെ ഒരാളോടും തേടാൻ പാടില്ല. അതാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. അതുകൊണ്ടാണ് രണ്ടു തരം വിശദീകരണം, രണ്ടു തരം സഹായം. ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ, രണ്ടാമത്തത് സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കാത്തത്. അത് രണ്ടും കൃത്യമായി വേർതിരിച്ച് ഇമാം നബവി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോ ആ വിഷയം അല്ലാഹുവിനോട് തേടേണ്ടത് അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ ഉറപ്പ് തന്നെ അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കലാണ്. ഒന്നെങ്കിൽ അല്ലാഹുവിന്റെ അഫ്ആലുകളിൽ അല്ലെങ്കിൽ സിഫത്തുകളിൽ പങ്കു ചേർക്കലാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇമാം നബവി റഹിമഹുല്ലാഹയുടെ വാചകം തലബിൽ ഹിദായ, അതുപോലെ തന്നെ ഇൽമി തുടങ്ങുന്ന വാചകങ്ങൾ അതേ ഉദ്ധരിച്ച് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടുന്ന സഹായമാണ്. അതുകൊണ്ടാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചു തന്നത്. രണ്ടു തരം സഹായം വിശദീകരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു, ജിന്നും മലക്കും വിട്ടിട്ടില്ല, നിങ്ങളെ വിടൂല. വെറുതെ എന്തെങ്കിലും പറയണ്ട, നിങ്ങളെ പിടിച്ചു വെച്ച മാതിരിയാണ് വിടൂല മുമ്പ് പറഞ്ഞിരുന്നതാ. അതിപ്പോ നടക്കൂല. നമ്മൾ രണ്ടാളും കൃത്യമായി വ്യവസ്ഥ എഴുതി രണ്ടു കൂട്ടരും ചെലവ് വഹിച്ച് കൃത്യമായി നടക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും തുല്യമാണ്. അവിടെ വിടൂല, പിടിക്കും, അങ്ങനാക്കും ഇങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞ വാചകം അതൊന്നും ശരിയല്ല, അതൊന്നും പറയണ്ട. ഞങ്ങളത് കൃത്യമായി പറഞ്ഞു. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണോ എങ്കിൽ ഇൻഷാ അല്ലാഹ്
ഇരുന്നോളൂ, ഇതിന് ശേഷം എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. രണ്ടാമത്തതോ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതാണ് രണ്ട് തരം സഹായങ്ങളെ. ആ സഹായത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം തേടണം. അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യം മറ്റുള്ളവരോട് തേടാൻ പറ്റൂല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയണ കാര്യമല്ലേ? എന്റെ റഹ്മാനിക്ക് സമയം തീരുന്നില്ല, സമയം കഴിഞ്ഞു കിട്ടിയില്ല. മൂപ്പർക്ക് ബബ്ബ പഠിച്ചിട്ട് തീരുന്നില്ല. പറയണം മറുപടി. നിങ്ങൾ കേട്ടാരെങ്കിലും ശിർക്കാണ് വായിച്ചവർ ഇമാമിനെ കണ്ടോ? ഏത് അഭൗതിക മാർഗത്തിലൂടെ തേടിയാൽ അത് ശിർക്കാണെന്നുള്ള ഇബാർത്തികൾ വായിച്ചോ? ഖുർആനിൽ അതാരും ഇല്ല, ഹദീസിലും ഇല്ല. ലോക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ദയനീയമായി ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. ഈ മുസീബത്ത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു കിതാബ് നോക്കിയിരിക്കാതെ വായിക്കരുത്. ശിർക്കാൻ എവിടെ? നബവി ഇമാമിന്റെ ശർഉൽ അർബഈനത്. ഇതിലെവിടെ ശിർക്കാൻ? മൂപ്പര് പറയാ ഞാൻ തെറ്റ് പറഞ്ഞില്ല, മനസ്സിലല്ലോ. ഞങ്ങളെ ചോദ്യത്തിനോട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞങ്ങളെ ചോദ്യം എന്താ? അഭൗതിക മാർഗത്തിലൂടെ ഉള്ളത് ശിർക്കാണ് എന്ന് പറഞ്ഞ റാസി ഇമാമിന്റെ ഇബാറത്താ ചോദിച്ചത്. അതിന് അതാ വായിക്കല്. അപ്പൊ ഞങ്ങളെ ഉത്തരത്തും പറയുമ്പോ ഞങ്ങള് അതിനല്ലേ എല്ലാവരും മനസ്സിലാക്കുക. ചോദ്യം എത്ര വെച്ചാൽ അരി എത്ര വെച്ചാൽ പയറഞ്ഞായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ചോദ്യം വളരെ കൃത്യമാണ്. ഇനി ഞാൻ പറയട്ടെ, നബവി ഇമാം എന്താ പറഞ്ഞറിയൂ? നബവി ഇമാം പറഞ്ഞത് കാര്യങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ചിലത് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാം, ചിലത് സൃഷ്ടികളോട് ചോദിക്കുന്നതുണ്ട്. പക്ഷെ സൃഷ്ടികളോട് ചോദിക്കുന്ന കാര്യം എങ്ങനെ അള്ളാഹിനോട് ചോദിക്കാം? അതാ നബി ഇമാമിന്റെ ചർച്ച. അല്ല അള്ളാഹ് അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാനല്ല. നിങ്ങളാ ഇബാറത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? വായിക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞ് ഹിദായത്ത് തേടുന്നത് പോലെ അള്ളാഹിനോട് മാത്രം. ഹിദായത്തി എന്താ? അടുത്തതെന്താ? വായിക്കും. ശർഉൽ അർബഈനാണ്. അതിലെന്താ ഉള്ളത്? ഇൽമു ചോദിക്കാം. അപ്പൊ ആളുകളോട് ഇൽമു ചോദിക്കാൻ പറ്റില്ല? ശിർക്കാ? പോയത്തക്കാരെ, എന്താ നിങ്ങളെ കഥ? അപ്പൊ നബി ഇമാം എന്താ പറയുന്നത്? നിങ്ങള് നബവി ഇമാം പറയുന്നത് ചിലത് അള്ളാഹിനോട് നേരെ ചോദിക്കും. അപ്പൊ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അതും അള്ളാഹിനോട് സഹായം തരണം. അപ്പൊ അള്ളാഹ് ചെരുപ്പിന്റെ വാറ് നന്നായി തരണം എന്ന് പറയില്ല. അല്ല, അതിനെ പറയണം. അവരുടെ മനസ്സ് അത് ഹദീസ്, അത് വിശദീകരണം തന്നെ നബി പറഞ്ഞേ. എന്ന് പറയാ? അല്ലാഹുമ്മ ഹന്നിൻ അലൈനാ ഖുലൂബ ഇബാദിക. എനിക്ക് 100 രൂപ കടം കിട്ടണം. അപ്പൊ നേരെ അള്ളാഹിനോട് 100 രൂപ കടം കൊണ്ടല്ല, അങ്ങനെ പറയില്ല. ഞാനൊരു സുഹൃത്തിന് ഉദ്ദേശിച്ച് അയാളെ മനസ്സിലെ തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് പറയണം. മറ്റേ നേരെ ചോദിക്കണം, ഇൽമു വേണം. എന്താ എന്റെ പോയത്തക്കാരെ ഇബാർത്ത് ഓതി പഠിക്കണ്ടേ? സുന്നികള് കിതാബ് ഓതി പഠിച്ചവരാണെന്ന് ബോധം നിങ്ങൾക്ക് ഉണ്ടായില്ല അല്ലേ? ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കാര്യകാരണമെന്ന് പൊളിഞ്ഞുപടെ. അൽഹംദുലില്ലാഹ്. ഇനി അപ്പൊ ഖുർആനിലെ ഹദീസിൽ ഒരൊറ്റ ഇമാം പറഞ്ഞിട്ടില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹാ പറയുന്നു. എന്താ പറഞ്ഞത്? ലഇൻ ഫഅൽതി. ആയിഷ ബീവിയോട് പറഞ്ഞത്, സിദ്ദീഖ് തങ്ങളുടെ മകളാണ്. ഇനിയും ഇത് ചെയ്താൽ ലാ ഖുർജന്ന ഇലാ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ സിഹന്ന ബിഹി. റസൂലുള്ളാഹിന്റെ ജാറത്തിൽ പോയി ഞാൻ സങ്കടം പറയുമെന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം ബീബി മുശ്രിക്കാണോ? ഇത് എഴുതി വെച്ച ഒന്നുകൂടി മനസ്സിലാക്കണം. ശിർക്ക് ഇമാമികൾ പറയില്ല എന്നുള്ള എന്തുകൊണ്ടാണ്? അത് ഇമാമികൾ ചെയ്തുകൊണ്ടല്ലേ? ഞങ്ങളെ ചോദ്യം, ഉമ്മു കുൽസൂം ബീവിയാണ് പറയുന്നത്, ആയിഷ ബീവിയോടാ പറയുന്നത്. എനിക്കും അത് ആവർത്തിച്ചാൽ ഞാൻ റസൂലുള്ളാഹിന്റെ കേസ് പറയും. ശിർക്കാണോ? ഇമാം നബവി റഹിമഹുള്ളാഹിന്റെ വാചകം എന്താ? തൊലബിൽ ഹിദായത്ത് അടുത്ത വായിക്കുന്നത്. അതിനു മുമ്പ് ആദ്യം ഒന്ന് വായിച്ചു നോക്കി. എന്താ? ثم إن كانت الحاجة التي يسألها لم تجر العادة بجريانها على أيدي خلقه. അതിന്റെ അർത്ഥം എന്താ? ഇൽമു ഇവിടെ സാധാരണ ആളുകളുടെ കയ്യിലോട് അടക്കണല്ലേ? അപ്പൊ ഇമാം തെറ്റ് പറഞ്ഞത് അല്ല. മുസ്ലിയാരെ മനസ്സിലാക്കിക്കോ. എന്താണ് പറഞ്ഞത്? ഇൽമു സാധാരണ അറിവ് എന്ന് പറയുന്ന സാധനം അതൊരു പുസ്തകം വായിച്ചാൽ അങ്ങ് വായി മനസ്സിലാവണല്ല. അത് കിട്ടണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. അതുകൊണ്ടാണ് വൽഫഹ്മു ഫിൽ ഖുർആനി വസ്സുന്ന വശിഫാഇൽ മറൽ വഹുസൂലുൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ സഅല റബ്ബഹു ദാലിക. എന്താ മനസ്സിലായത്? ആ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ ശിഫാഉൽ മറദ്, രോഗം ശിഫയാവുക എന്നത് അതിവിടെ സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല. പിന്നെങ്ങനെയാ? അത് അല്ലാഹുവിന്റെ പ്രത്യേകത. നോക്കുങ്ങള്, പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും ഒരാൾ പറയാം. ഒരാൾ പാരസെറ്റമോൾ കഴിച്ചു, മറ്റേ ആള് പറഞ്ഞു എനിക്ക് പാരസെറ്റമോൾ കഴിച്ചിട്ട് പനി മാറിയില്ല. പനി മാറൂല. മാറ്റേണ്ടത് അല്ലാഹുവാണ്. അതിന് അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം എന്നായി പറഞ്ഞത്. വിവരം വേണോ? ഫഹ്മ് വേണോ? അത്
അള്ളാഹുവിനോട് ഹിദായത്ത് അള്ളാഹുവിനോട് വേറെ ആളോടും ചോദിക്കാൻ പറ്റൂല. അതാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, കിതാബ് ഓതി പഠിക്കണം. പിന്നെ പ്രസംഗപീഠത്തിൽ ഇടിച്ചാലൊന്നും സംഗതി റെഡിയാവൂല. മനസ്സിലായില്ലേ? അതൊന്നും സംഗതി റെഡിയാവൂല. ഒന്ന് ഇടിച്ചു ഒച്ച വെച്ചാലൊന്നും സംഗതി മനസ്സിലാകുമെന്ന് വിചാരിക്കണ്ട. നിങ്ങള് കാര്യങ്ങൾ പഠിച്ചോളൂ. ഞങ്ങൾ പറഞ്ഞു ഇമാം നബവിയുടെ വാക്ക് നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ ഉമ്മു കുൽസൂം ബീവിയുടെ സംഭവം ഒന്ന് ഉദ്ധരിക്കേണ്ട സനദടക്കം ഒന്ന് കാണാലോ. വായിക്കാ കിതാബ് അടക്കം ഉമ്മു കുൽസൂം ബീവി പോയതും നസീഹൻ നബി എന്ന് പറഞ്ഞതും കിതാബ് അടക്കം ഒന്ന് വായിക്കാൻ നമുക്ക് കാണാലോ, ആ സനദിന്റെ ഓരോ റാവികളെയും. അപ്പോ മനസ്സിലാക്കണം, ഇവർ പറഞ്ഞു വെച്ച തെളിവിൽ 3 ചോദ്യങ്ങൾ പറഞ്ഞു. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഒന്നാമത്തത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അതിന് നിങ്ങൾ ഇരുന്നോളൂ, ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു തരാം. ഏതൊക്കെ ശിർക്കാകും, എപ്പോഴൊക്കെ ശിർക്കാകും, എപ്പോഴൊക്കെ ശിർക്കാകൂല എന്ന വിഷയം. രണ്ടാമത്തെ കാര്യകാരണ ബന്ധം അഭൗതികം എന്ന വിഷയം എവിടെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട്. അതെ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അത് ശിർക്കാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കൃത്യമായും പറഞ്ഞു കൊടുത്തു, അതെ അള്ളാഹുവിനോട് തേടിക്കോളൂ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായും പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഉമ്മു കുൽസൂം ബീവിയുടെ സംഭവം ഞാൻ ഖബറിന്റെ അടുത്ത് പോയി ഒച്ചയുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ കൃത്യമായിട്ടൊന്ന് വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ അതങ്ങ് മറുപടി പറയും. ഉമ്മു കുൽസൂം ബീവി ശിർക്ക് ചെയ്ത് മുശ്രിക്കാണോ എന്നൊക്കെ അത് നിങ്ങളെ ചോദ്യം അവിടെ ഇരിക്കട്ടെ. എന്ത് അവർ മുശ്രിക്കാണോ ഇവര് മുശ്രിക്കാണോ എന്ന് ചോദിച്ചിട്ട് ആളുകളെ ഇങ്ങനെ വലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ആ വിഷയത്തിൽ എന്താണുള്ളത് നിങ്ങൾ സനദ് വായിക്ക്, അതിന്റെ വ്യക്തമായി കിതാബ് അടക്കം വായിക്ക്, ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു തരാം. അപ്പോ ആ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ ഇല്ല, നിങ്ങൾ പറയുന്ന വിഷയത്തിന് തെളിവല്ല, മാത്രമല്ല ആ സംഭവം ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ വിഷയങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു തന്നു. അതെ, എന്തൊക്കെയാണ് ജിന്നിനോട് സഹായം തേടിയാൽ അല്ലെങ്കിൽ മലക്കിന്റെ വിഷയം ശിർക്കാണോ അല്ലേ, അത് ഞങ്ങൾ വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അതെന്താണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതെ ഇമാം റാസിയുടെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ 2 തരമുണ്ട് സഹായം. അതുപോലെ തന്നെ 2 ഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. സാധാരണ നടക്കുന്നതും സാധാരണ നടക്കാത്തതും ഞങ്ങൾ വേർതിരിച്ചതാണ്. അതുപോലെ തന്നെ ഈ വിഷയം ഇപ്പൊ പറഞ്ഞതും എന്ത് ഇമാം നബവിയുടെ വാക്ക് എന്ത് ഈ വിഷയം ഇൽമു തേടണോ ഹിദായത്ത് അതൊക്കെ സാധാരണ ഇവിടെ നടക്കുന്നതല്ല എന്നാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ചോദ്യം നിലനിൽക്കുന്നു, മറക്കണ്ട, ജിന്നുകളോടാകുമ്പോ സഹായതേട്ടം ശിർക്കല്ല, ഔലിയാക്കളോടാകുമ്പോ ശിർക്കാണ്. ഈ അവസ്ഥയുടെ മർമ്മമാണ്. അതുകൊണ്ടാണ് ഇന്ന് വ്യത്യാസം ചോദിച്ചത്, പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ പറയുന്നത് നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോ റാസി വായിക്കണം. റാസിയിലുണ്ടോ നിങ്ങളെ പറഞ്ഞത് ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്നെ അത് കൃത്യമായി പറഞ്ഞതല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ റഹ്മാനി എന്താ പറഞ്ഞത്. സുമ്മ ഇൻ കാനത്തിൽ ഹാജ അല്ലത്തി لم تزل العادة بجريانها على أيدي خلقه كطلب الهداية والعلم والفهم والقرآن والسنة وشفاء المرض. ഇതൊക്കെ അല്ലാഹു തആലയോട് ഒരഅബ്ദ് ചോദിക്കും എന്ന് പറഞ്ഞ മൂപ്പര് മനസ്സിലാക്കിയത് അതല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കായി പോകുന്നതാണ്. അപ്പൊ ഡോക്ടറോട് അന്ന് രോഗം മാറ്റണേ ചോദിച്ചാൽ ശിർക്കാവോ ശിർക്കാവില്ലേ? പറയണം നിങ്ങൾ മറുപടി. ശിഫാഉൽ മർദല്ലേ ഇതിന് മുമ്പ് പറയാ തൗഫീഖ്, ഇൽമു കിട്ടാനുള്ള തൗഫീഖ് പറയണം. അതെല്ലാ തൗഫീഖും അല്ലാഹല്ലേ കൊടുക്കുന്നത്. എവിടുന്നാണ് എഴുന്നേറ്റ് വരുന്നത്? ഞാൻ നബി ഇമാം പറഞ്ഞത്രേ ഉള്ളൂ. ചിലത് അല്ലാഹ് ഡയറക്റ്റ് തരും, ചിലത് സൃഷ്ടികൾ മുഖേന തരും. മുഖേന തരുന്നത് എങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കാം? അതിന് ഉത്തരം പറയാണ് അത് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ അല്ലാഹുവിനോട് പറയണം. എന്നിട്ട് അതിനെയാണ് ഇവിടെ വളച്ചൊടിച്ചിട്ടുള്ളത്. പറയണം നിങ്ങൾ മറുപടി. സനദേ ഇതിനാ സനദ് ഇമാമിങ്ങൾ കിതാബിൽ ശിർക്കന്നെ എഴുതില്ലാന്നല്ലേ നിങ്ങളുടെ വാദം. അപ്പൊ അവിടെ സനദ് ചോദിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടല്ലേ ആയിബാനുള്ള ശിർക്ക അല്ലാതിരുന്നത് അല്ലേ? ഇനി സനദ് വേണോ? പിടിച്ചോ. ഒച്ചുണ്ടാക്കി മൗലവി അസിഹന്ന എന്ന് പറഞ്ഞ ഒച്ചുണ്ടാക്കിനാണോ? പഠിച്ചോ. അർത്ഥം പഠിച്ചോ. സ്വാഹ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനാ പറയാ. എടുക്കാൻ ഒത്തു പഠിക്കണ്ടേ? ഭാഷ വേണ്ടത് കേട്ടോ. അഖ്ബറനാ അബുൽ ഖാസിം ഇബ്നു സമർഖന്ദി പഠിച്ചോളൂ. അഖ്ബറനാ അബുൽ ഫദ്ൽ ഇബ്നുൽ ബഖാൽ, അഖ്ബറനാ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ബിശ്റാൻ, അഖ്ബറനാ ഉസ്മാൻ ഇബ്നു അഹ്മദ്, ഹദثنا അഹ്മദ് ഇബ്നു ഇസ്ഹാഖ്, ഹദثنا الحميدي, ഹദثنا സുഫിയാൻ, ഹദثنا ഇബ്നു അബി ഖാലിദ്. ഈ സനദും പറയണം നിങ്ങൾ മറുപടി. സനദ വേണ്ടത്
എന്തും തരാ നിങ്ങൾക്ക്, നിങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ തരുന്നത്. തെളിവന്നെ നമുക്ക് ആവശ്യമില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞ്? തെളിവന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ ഇസ്ലാമിൽ തന്നെ എത്തിയതാ. ഏത് ശിർക്കല്ല എന്നതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഞങ്ങളെ ചോദ്യം, ബീവി പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഇസ്തിഗാസയും ഇസ്തിഗാസ എന്ന് പക്ഷിയായതിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു കുൽസും ബീവി മുശ്രിക്കാണോ? ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? പറയണം നിങ്ങൾ സമൂഹത്തോട്. ശിർക്ക് ചെയ്യാത്തവരാണ് ഇമാമിങ്ങൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ മറുപടി പറയണം. പിന്നെ അത് പറഞ്ഞിട്ടില്ല. ഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടം ശിർക്കാണ് എന്ന മുസീബത്ത് മുജാഹിദ് ഉണ്ടാക്കിയതാണ്. അതിനെവിടെ തെളിവ്? ഏത് ഹദീസ് വായിച്ച ഏതാരുമില്ല. നിങ്ങൾക്ക് പണ്ഡിതന്മാരെങ്കിലും ഉദ്ധരിക്കാൻ പറ്റും? പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇത്രയും നേരം ഉദ്ധരിച്ചത്, ഞങ്ങൾ ഇത്രയും നേരം ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം നവവി റഹിമഹുള്ളയുടെ വാചകം ഞാൻ പറയട്ടെ. ഇമാം നവവി റഹിമഹുള്ള രണ്ട് ഭാഗമായി തിരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ഭാഗമായി തിരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചത്. എന്താ? ഒന്ന് സാധാരണ നടക്കുന്നത്, സാധാരണ നടക്കുന്നത് അതെന്താ? മറ്റൊന്ന് സാധാരണ നടക്കാത്തത്. തുമ്മ ഇൻകാനത്തിൽ ഹാജത്തിൽ ലത്തി യസ്അലുഹാ ലം തജിരിൽ ആദതു ബിജറിയാനിഹാ അലാ ഐദി ഖൽഖിഹി. മനുഷ്യരുടെ കയ്യിലൂടെ സാധാരണ നടന്നു വരാത്ത കാര്യമാണ് നിനക്ക് ചോദിക്കാൻ ആവശ്യമായതെങ്കിൽ അതേതാ? സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കാത്തത് ഖത്വലബിൽ ഹിദായ, ഹിദായത്ത് തേടുന്നത്. ഹിദായത്ത് കൊടുക്കൽ സാധാരണ മനുഷ്യന്മാരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല, സാധാരണ സൃഷ്ടികളിലൂടെ നടക്കുന്നതല്ല. വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്ന, ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനും അതിലെ വിവരം പഠിക്കുവാനും അതൊക്കെ ഇവിടെ സാധാരണക്കാരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല. അത് മനസ്സിലാക്കാനും അറിവ് കിട്ടാനും അല്ലാഹുവിൽ നിന്ന് മാത്രം നടക്കുകയുള്ളൂ. വശിഫാഇൽ മറദി, രോഗം ശിഫയാവാൻ, വഹുസൂലുൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ഇതൊക്കെ സഅല റബ്ബഹു ദാലിക്, അല്ലാഹുവോട് തേടണം. കഴിഞ്ഞില്ല. വഇൻകാനത്തിൽ ഹാജത്തിൽ യസ്അലുഹാ ജറത്തിൽ ആദത്ത് അൻ അല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹ അലാ യദി ഖൽഖിഹി കൽ ഹാജാത്തിൽ മുതഅല്ലിഖതി ബി അസ്ഹാബിൽ ഹിറഫി വസ്സനാഇ വഉലാത്തുൽ ഉമൂർ സഅല അല്ലാഹു തആല. കണ്ടോ എന്ത് വേണം? സാധാരണ ഇവിടെ നിർമ്മാണ പ്രക്രിയ നടത്തുന്ന ആളുകളുണ്ട്, അവരുടെ കയ്യിലൂടെ നടക്കുന്ന സംഗതികൾ ആ സംഗതികളാണോ എങ്കിൽ അവരുടെ ഹൃദയം അതിലേക്ക് അനുകൂലമാക്കി തരാൻ അള്ളാഹിനോട് ദ്വാരക്കണം, എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്യാം. രണ്ടും വേർതിരിച്ച് പഠിപ്പിച്ചു, രണ്ടും വേർതിരിച്ച് പഠിപ്പിച്ചു. ഈ രണ്ട് വേർതിരിവാണ് ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പഠിപ്പിച്ചു തന്നത്, പറഞ്ഞു തന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞ വിഷയം കൃത്യമാണ്. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇൻഷാ അല്ലാഹ് എനിക്ക് തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. തയ്യാറല്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടിരുന്നോ? നമുക്ക് ഇസ്തിഗാസ വിഷയം കഴിഞ്ഞതിന് ശേഷം ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം അത് ശരിയാണോ, ശിർക്കാകുന്നപ്പോൾ അല്ലാത്തതെപ്പോൾ, ശിർക്കാകാത്തതെപ്പോൾ ഒക്കെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെയോ അതിൽ രണ്ടാമത്തെ വിഷയം കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം. ആ വിഷയത്തിന്റെ കാര്യത്തിലാണ് ഇമാം റാദിയുടെയും ഇമാം നവവിയുടെയും ഉദ്ധരണികൾ ഞാൻ വായിച്ചത്. രണ്ട് ഭാഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ, കാര്യകാരണ ബന്ധവും അല്ലെങ്കിൽ സാധാരണയും അസാധാരണയും അത് ബോധ്യപ്പെടുത്തി തരാനാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞത്. പിന്നെയോ ഉമ്മു കുൽസും ബീവിന്റെ സംഭവം, ആ ഉമ്മു കുൽസും ബീവിന്റെ സംഭവം അതിൽ സനദിൽ ഇൻഖിതാഉണ്ട് മുസ്ലിയാരെ, സനദിൽ ഇൻഖിതാഉണ്ട്, സനദിൽ ഇൻഖിതാഉണ്ട്. പഠിച്ചോളൂ. ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് അദ്ദേഹം ആരെ കണ്ടിട്ടില്ല? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. കല്യാണമാലോചന നടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് കണ്ടിട്ടില്ല. സനദിൽ ഇൻഖിതാഉണ്ട്, സനദിൽ ഇൻഖിതാഉണ്ട്. പഠിച്ചോളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞ സനദ് ആ സനദും ശരിയല്ല. അതാ ഞങ്ങൾ ഗ്യാരണ്ടി പറയൽ എന്താണെന്നറിയോ? ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ചെയ്യണത് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കല. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ സംഭവങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായി എടുത്തുദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് ആ സംഭവത്തിൽ വന്നിട്ടുള്ള റാവിമാരെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാത്തത് കൊണ്ട് അതിന്റെ സനദിൽ ഇൻഖിതാഅ് വന്നിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം എന്താ? ഇസ്തിഗാസ നടത്തും റസൂലുള്ളാഹിനോട് പോയിട്ട് ഞാൻ അങ്ങനെ നബിഹി എന്ന വിഷയം, അതിലൊരു സംഗതി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. പഠിച്ചോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു തകർക്കലും
നല്ല രസമായി സംഭവം. ഈ ചങ്ങായിക്ക് ഒരു അസുഖപ്പെടുത്തം കിട്ടിയിട്ടില്ല. ഇവ പറഞ്ഞ എന്താ അറിയോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല, ഉമർ റളിയല്ലാഹു കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു എന്ന് വെക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് ആരൊക്കെ സാക്ഷിയായി? ഉമ്മു സൽമ, പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മു കുൽസൂം ബീവി അല്ലേ ഇതിന്റെ ആള്. ഉമ്മു കുൽസൂം ബീവിനെ കണ്ടാ പോരെ, ഒരാൾ പറഞ്ഞു കൊടുത്താ പോരെ? ഒട്ട പോയത്തക്കാരെ എവിടെ നിങ്ങൾ എന്നിട്ട് വരുന്നത്? ഒരു സംഭവം പറഞ്ഞു കൊടുക്കാൻ ആകെ പറഞ്ഞാണ് ഉമർ നിങ്ങൾ കണ്ടിട്ടില്ല, ഉമ്മു കുൽസൂമിനെ കണ്ടിട്ടുണ്ടോ? പറയണം, മറുപടി പറയണം. അതുപോലെ തന്നെ ആയിഷ രണ്ടാളും കണ്ടിട്ടില്ല എന്ന് തെളിയിക്ക്. അപ്പോഴേ തള്ളുള്ളൂ. ഞാനും പിന്നെ നമ്മുടെ സാദി ഉസ്താദും അതുപോലെ തന്നെ നിസാർ സഖാഫിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നം നേരിട്ട് കേൾക്കാൻ ഞങ്ങൾ മൂന്നാളും കാണുന്നില്ല. ഏതെങ്കിലും ഒരാളെ കണ്ടാൽ മതി. പഠിച്ചോ മുസ്ലിയാരെ, ഇങ്കിത്താവ് പറഞ്ഞ തേങ്ങാകൊല എന്ന് മനസ്സിലാക്കി വരികയാണ്. എന്ത് ഇങ്കിത്താവ്? പൊട്ടപ്പോയത്ത ഉമർ അത് രണ്ടും കണ്ടിട്ടില്ല എന്ന് വായിക്ക്. ഉമ്മു കുൽസൂം ബീവിയെ കണ്ടിട്ടില്ല, തെളിയിക്ക്. ആയിഷ ബീവിയെ കണ്ടിട്ടില്ല, തെളിയിക്ക്. പിന്നെ ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്ത് തേടിയാൽ ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെന്തിനാ നിങ്ങൾ ഈ മുസീബത്തും ബലാലും ഉണ്ടാക്കിയത്? ഈ സംവാദം കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളെ കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ തലയും ഉടലും ഞങ്ങൾ ഇതാ ഈ മസ്കത്തിൽ ഇവിടെ നിന്റെ മണ്ണിൽ ഞങ്ങൾ മാസിൻ തങ്ങളുടെ മണ്ണിൽ കുടിച്ചും കൂടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പറയണം നിങ്ങൾ. ഇനി കാര്യകാരണം എന്ന് കേരളത്തിൽ കണ്ടുപോകരുത് നിങ്ങൾ. കാര്യകാരണ ബന്ധം അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞിരുന്നു. കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ശിർക്കാന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പറയണം നിങ്ങൾ. അവിടുന്ന് വിസർത്ത് പോകുന്നത് എത്ര ചെലവുണ്ട്? ഒരു കാര്യകാരണ ബന്ധം കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂലെങ്കിൽ എവിടുന്ന് വരികളൊക്കെ അഭൗതിക മാർഗത്തിലുള്ള ശിർക്ക്, കാര്യകാരണ ബന്ധത്തിലുള്ള ശിർക്ക് എവിടെ? ഹദീസിലുണ്ടോ? ഇല്ല. ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമിങ്ങൾ രണ്ടായി തെളിയിച്ചിട്ടുണ്ട്. അതിൽ ശിർക്കാന്നില്ല, രണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വായിച്ചല്ലോ, ഇനിയും വായിച്ചായിരുന്നോ? എങ്ങനെ രണ്ടാക്കിയത്? അല്ലാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്നുണ്ട്, ഇൽമ് ഹിദായത്തൊക്കെ ഉണ്ട്. അതേസമയം നേരിട്ട് കിട്ടാത്തുണ്ട്. ഏതാണത്? നമുക്കൊരു കുപ്പായടിക്കണം, അള്ളാഹിനോട് പറയാൻ കുപ്പായടിക്കണം. ടൈലർ അള്ളാഹിനോട് അപ്പം എങ്ങനെ ദ്വാരിക്കണത്? അല്ലാഹ് ഈ ടൈലർക്കും തോന്നിപ്പിച്ചു കൊടുക്കണം, എനിക്ക് കുപ്പായടിക്കാൻ തോന്നിക്കണേ. അതാ രണ്ടെണ്ണാക്കിയത്. അത് രണ്ടെണ്ണം ഉണ്ട്. അതല്ല ഞങ്ങളുടെ ചോദ്യം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ശിർക്കാണ് എന്ന് നബി ഇമാം ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചല്ലോ, ശിഫാഉൽ മർള്, രോഗം മാറ്റാൻ ഡോക്ടറോട് തേടിയ ശിർക്കാണോ? നിങ്ങൾ പറഞ്ഞനുസരിച്ച് ശിർക്കാവണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയല എവിടുന്ന്. അതുകൊണ്ട് ആയത്തുമില്ല, ഹദീസുമില്ല. പിന്നെ ഉമ്മു കുൽസൂം ബീവിന്റെ സംഭവം ഉമർ തങ്ങളെ കാണാത്തതുകൊണ്ട് കഴിയൂല. മൂന്നാള് ബന്ധപ്പെട്ട സംഭവമാണ്. ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി. ആ ജാതി പൊട്ടപ്പോയതൊന്നും ഞങ്ങളെ മുമ്പിൽ ചെലവാവില്ല. അത് മുജാഹിദ് സെന്ററിൽ ഒറ്റയ്ക്ക് കൗമിനോട് പറഞ്ഞു കൊടുത്താൽ മതി. പാവങ്ങൾ അത് നടക്കില്ല. ഞങ്ങൾക്ക് ഈ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനോട് വന്നിട്ട് തേടാണ്. നബിയേ, എന്റെ പ്രസംഗത്തിനോട് പറയും. പച്ചണ്ടാക്കൽ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഉമ്മു കുൽസൂം ബീവി അടക്കം ഉമ്മു കുൽസൂം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപ്പൊ ഏതായാലും സനദിൽ ഇൻഖിതാഅ് പറഞ്ഞപ്പോ കിട്ടി പണി അല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അതേ ഇസ്മാഈൽ ഇബ്നു അബി ഖാലിദ് കണ്ടിട്ടില്ല. വഹുവ മിൻ തബഖത്തിൻ തലിൽ ഉസ്താ മിന താബിഈൻ. കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇൻഖിതാഅ് സനദിലുള്ളത് കൊണ്ട് നമ്മളെ പ്രമാണം പോലും സ്വഹീഹായ ഹദീസ് അതുപോലും മറന്നുപോയി. നിങ്ങൾ ഞങ്ങളെ കുഴിച്ചുമൂടി അങ്ങനാക്കി. അതൊക്കെ നിങ്ങളെ പൂതിക്ക് നല്ലതാ, നിങ്ങളെ സന്തോഷത്തിന് നല്ലതാ അതൊക്കെ പറയല്. മനസ്സിലായില്ലേ? നമുക്ക് നാട്ടിൽ കണ്ടുപോകരുത്. നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ നാടൊന്നുമില്ലല്ലോ കേരളം, ആണോ? ഞങ്ങൾ സ്വാതന്ത്ര്യം, അതെ സ്വാതന്ത്ര്യത്തിന്റെ കൃത്യമായ വായു ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ തോന്നിവാസങ്ങളെയും ജനങ്ങളുടെ മുന്നിൽ തുറന്നുകൊണ്ടുവരും. നിങ്ങൾ കൊണ്ടുവന്ന മുടിയും പൊടിയും അടക്കം എല്ലാം. മനസ്സിലായോ? നിങ്ങൾക്ക് സനത് കേൾക്കും പ്രശ്നമുണ്ടല്ലേ? നിങ്ങളെ മുടിക്കും പൊടിക്കും ഒന്നും സനത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ കൃത്യമായ സനദില്ല. പിന്നെ ആയിഷ ബീബി ഉമർമാനെ കണ്ടിട്ടില്ലേ? ഹഫ്സ ബീബി മറ്റേ ഉമ്മു കുൽസൂം ബീബി കണ്ടിട്ടില്ലേ? അതവിടുത്തെ വിഷയം. അതല്ല വിഷയം. ഈ പെൺകെട്ട് ആലോചിച്ചതുമായി വെച്ച സംഭവമാണ് വിഷയം. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ, ഞങ്ങളെ കണ്ടിട്ടോ വിഷയമല്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന് വേറൊരാൾ പറയുമ്പോ അതാണ് വിഷയം. അത് നടന്നിട്ടുണ്ടോ ഇല്ലേ, ആ തലത്തിൽ ഇംഗിതാവുണ്ടോ ഇല്ലേ,
അതാ അവിടെ ചർച്ച അതാ മുസ്ലിയാരെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞ് ആയിഷ ബീവിനെ കണ്ടിട്ടില്ലേ, ഉമ്മു കുൽസൂം ബീവിനെ കണ്ടിട്ടില്ലേ? അതൊക്കെ വർത്താനം പറയാൻ നല്ലതാ. പക്ഷെ വിഷയം തെളിയിക്കണമെങ്കിൽ ഈ സനദിലെ കൃത്യമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചെന്നു. അപ്പൊ ഈ വിഷയത്തിൽ സ്വഹീഹായ പരമ്പരയിലൂടെ വരണമെന്ന വിഷയം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളത് വായിച്ചു എന്ന് പോയതല്ലാതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതിനകത്തൊരു സംഗതി കൂടിയുണ്ട്. അറിയോ, ഉമ്മു കുൽസൂം ബീവി പറഞ്ഞു അത്രേ. ആരെക്കുറിച്ച്? റളിയല്ലാഹുവിനെ കുറിച്ച്. എനിക്ക് ആ ചെക്കനെ വേണ്ട, കാരണം അയാൾ പരുക്കനാണ്, അയാളെ ജീവിതം പരുക്കനക്ക് വേണ്ട. എനിക്ക് എന്റെ മേൽ ദുനിയാവി ചൊരിഞ്ഞു തരുന്ന ഒരു യുവാവിനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഈ എന്നെ കെട്ടിച്ചു കൊടുത്താ ഞാൻ ഉടനെ അങ്ങോട്ട് വെച്ചുണ്ടാക്കും. നിങ്ങൾ പറഞ്ഞ ബാക്കി സഹായം എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി ഒരാൾ ചെയ്താൽ സാധാരണയാണ് കൊച്ചുകുട്ടിയാ, സ്വതീറത്തായ പെണ്ണ്, അങ്ങനല്ലേ കിതാബിലുള്ളത് അല്ലേ? ഉമ്മു കുൽസൂം ബീവി ആ പെണ്ണ് പറയാണ്, ആയിഷ ബീവി ആ പരുക്കനായ ആളെ എനിക്ക് കെട്ടിച്ചേരരുത്. റളിയല്ലാഹു അൻഹു ജീവിതം തന്നെ പരുക്കനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന ഒരു ചെക്കനാണ് എനിക്ക് ഇഷ്ടം. ഇതിൽ കൃത്യമായി നമ്മൾ പറയണു, റളിയല്ലാഹു അൻഹുവിനെ ശക്തമായി ആക്ഷേപിക്കലില്ലേ? പരിശോധിക്കും നിങ്ങളെ. മാത്രമല്ല പിന്നീട് ഈ സംഭവത്തിൽ ഉസ്മാൻ ഈ ഉമ്മു കുൽസൂം ബീവിനെ കെട്ടിയതാരാ? കൃത്യമായി തന്നെ നോക്ക്. ആ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അപ്പോ നിങ്ങൾ ആ പറഞ്ഞ സംഭവം നിങ്ങളുടെ ഇസ്തിഗാസക്ക് തെളിവല്ല. നിങ്ങൾ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കണം. അത് നിങ്ങൾ ഉദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സനദുകൾ അത് കിട്ടൂല. കാരണം നിങ്ങളെ മുടിക്കും സനദില്ല, പൊടിക്കും സനദില്ല, ഒന്നിനുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന സംഗതിക്ക് ഉണ്ടാവൂല. പക്ഷെ ഞങ്ങൾ പറയുന്നു